നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ മാതൃകയായ കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും മന്ത്രി സന്ദർശിച്ചു. ഓണം പ്രമാണിച്ച് വിൽപ്പന നടത്തുന്നതിനായി മാഹിയിൽ നിന്നുമെത്തിച്ച വൻ വിദേശ മദ്യശേഖരം പിടികൂടി. തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ. കുര്യച്ചിറ സ്വദേശി പിന്റോയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് 100ഓളം കുപ്പി വിദേശ മദ്യം. ഗതാഗതക്കുരുക്കൊഴിയാതെ ചാവക്കാട് നഗരം പരിഹാരം കാണണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം. ഓവുങ്ങൽ മുതൽ ആശുപത്രിപ്പടി വരെ അനധികൃത പാർക്കിംഗ് ഉള്ളതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്നുവെന്ന സ്ഥിതിക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് സന്ദർശിച്ചു. AC മൊയ്തീൻ MLAയും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ മാതൃകയായ കുന്നംകുളം നഗരസഭയുടെ പുതിയ മാലിന്യ സംസ്കരണ രീതികൾ മന്ത്രി ചോദിച്ചറിഞ്ഞു. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം, മാലിന്യ സംസ്കരണ യൂണിറ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മന്ത്രിയോട് വിശദീകരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർ AS സനൽ, ക്ലീൻ സിറ്റി മാനേജർ AV അജിത്ത്, CK ലിജീഷ്, മറ്റ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മസേന ഭാരവാഹികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മാഹിയിൽ നിന്നു കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന വമ്പൻ വിദേശ മദ്യശേഖരം പിടികൂടി. തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ. കുര്യച്ചിറ സ്വദേശി പിന്റോയുടെ വീട്ടിൽ നിന്നും ഓണം പ്രമാണിച്ച് വിൽപ്പന നടത്തുന്നതിനായി വൻതോതിൽ ശേഖരിച്ചുവെച്ച മാഹി മദ്യം പിടിച്ചെടുത്തു. 100ഓളം മദ്യക്കുപ്പികളാണ് എക്സൈസ് സംഘം പിടികൂടിയത്. പിന്റോയുടെ സഹായിയായ കെവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ സുധീറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉമ്മറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഗ്രേഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TJ രഞ്ജിത്ത്, NR രാജു, ഗിരീഷ്, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ, K ലത്തീഫ്, പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷീജ, ഷാജിദ്, ഷൈജു എന്നിവരുമുണ്ടായിരുന്നു. ചാവക്കാട് ഗതാഗതക്കുരുക്ക് പതിവാകുന്നു. പരിഹാരം കാണണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യം. മുതുവട്ടൂർ കോടതി പരിസരം മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെ ഗതാഗത തടസ്സം പതിവാണെന്നും ഓവുങ്ങലിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിലേക്കുള്ള വാഹനങ്ങളുടെ വരവ് മൂലം ഗതാഗത തടസ്സം രൂക്ഷമാകുന്നുവെന്നും ഇതിന് പരിഹാരം കാണണമെന്നും INC പ്രതിനിധി KH ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഓവുങ്ങൽ മുതൽ ആശുപത്രിപ്പടി വരെ അനധികൃത പാർക്കിംഗ് ഉള്ളതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന അവസ്ഥയാണ്. വിഷയത്തിൽ തഹസിൽദാറും യോഗം കൺവീനറുമായ MK കിഷോർ ചാവക്കാട് പോലീസിനും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും കത്ത് നൽകുമെന്ന് അറിയിച്ചു. മൂന്നാംകല്ല് വട്ടേക്കാട് റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതായി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് പറഞ്ഞു. ചാവക്കാട് പുതിയ പാലത്തിൽ കുഴികൾ രൂപപ്പെടുന്ന സംഭവം NH അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് NCP പ്രതിനിധി MK ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു. പാവർട്ടി വില്ലേജ് ഓഫീസിന് മതിയായ കെട്ടിട സൗകര്യമില്ല. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണുക. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കുത്തിനിറച്ചു കൊണ്ടുപോകുന്ന വിഷയത്തിൽ നടപടി സ്വീകരിക്കുക. പാവർട്ടി കുണ്ടുകടവ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും യോഗത്തിൽ ഉയർന്നു. ഓവുങ്ങലിൽ വാഹനങ്ങൾക്കു മറ്റും അപകട ഭീഷണിയായി നിൽക്കുന്ന മാവ് മുറിച്ചുമാറ്റണമെന്ന് കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് ചിറമൽ ആവശ്യപ്പെട്ടു. തന്നെ നിർദ്ദേശങ്ങൾ പറയുവാൻ അനുവദിച്ചില്ലെന്നും മൈക്ക് തന്നില്ലെന്നും ഇതിൽ പ്രതിഷേധമുണ്ടെന്നും INL പ്രതിനിധി RP റഷീദ് മാസ്റ്റർ ആരോപിച്ചതോടെ യോഗത്തിൽ പ്രതിനിധികൾ തമ്മിൽ വാക്കുതർക്കത്തിലായി. യോഗം നിയന്ത്രിച്ച അധ്യക്ഷയും തഹസിൽദാറും ഇടപെട്ട് വിഷയം പരിഹരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാലിഹ ഷൌക്കത്ത്, റെജീന, കൊച്ചപ്പൻ വടക്കൻ, ഡെപ്യൂട്ടി തഹസിൽദാർ ദീപ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ TP ഷാഹു, CT ബാബു, വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളത്ത് കൂറ്റൻ ഫ്ലെക്സ് ബോർഡിൽ നിന്നും ഫ്ലെക്സ് അടർന്നുമാറി. ജനം ആശങ്കയിൽ. ത്രിവേണി ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള കൂറ്റൻ ഫ്ലെക്സാണ് അടർന്നുമാറിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ ഫ്ലെക്സ് സ്ഥാപിച്ചത്. എന്നാൽ ശക്തമായ കാറ്റിനെ തുടർന്ന് ഫ്ലെക്സിന്റെ താഴത്തെ അറ്റം അടർന്നു. ശക്തമായ കാറ്റിൽ വലിയ ശബ്ദത്തോടെ ഫ്ലെക്സ് ബോർഡിലെ പ്ലാസ്റ്റിക് പൈപ്പുകൾ സമീപത്തെ ബസ് സ്റ്റോപ്പിലെ യാത്രികരുടെ ദേഹത്തേക്ക് വീണു. ആർക്കും പരിക്കില്ല. ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ഫ്ലെക്സ് ശരിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വ്യാപാര കേന്ദ്രങ്ങളിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടു.
അത് ഇന്നത്തെ കാറ്റിൽ പറന്നു പോയിട്ട് അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന പൈപ്പ് ഇത് പോകുന്ന ബസ് യാത്രക്കാരുടെ മുകളിലേക്ക് വീഴുകയും ഇവിടെ പാർക്ക് ചെയ്തിരുന്ന വണ്ടിയുടെ മുകളിലേക്ക് വീഴുകയുമാണ് ഉണ്ടായത്. അത് അന്നലെ പിറ്റേതിൽ എന്ന അപാകതയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പൈപ്പുകൾ ഒരു PVC പൈപ്പ് പോലത്തെ പൈപ്പുകളാണ് പൊട്ടി കസ്റ്റമേഴ്സിൻ്റെ അവിടേക്ക്, കസ്റ്റമേഴ്സ് അല്ല യാത്രക്കാരുടെ മേലേക്ക് വീണ്ടുകൊണ്ടിരുന്നത്. അതപ്പോൾ ഇതിനത് സ്ഥാപിച്ച അധികൃതർ വന്നിട്ട് അതൊന്ന് ശരിയായ രീതിയിൽ സ്ഥാപിച്ചാൽ വളരെ നല്ലതാണ്. കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ശബ്ദം ഭയങ്കര ശബ്ദമാണ്. ഭയങ്കരമായിട്ട് അതിന് കാറ്റ് പിടിക്കുകയാണ്. ആ ശബ്ദം ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഒരുമനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാംഘട്ട സമരം വില്ലേജ് ഓഫീസ് റോഡ് പരിസരത്ത് നടന്നു. റോഡിലെ കുഴികളിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി EP കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജീവൻ ജോസഫ്, PC അസ്ലം, OU വിഷ്ണു, മുഹമ്മദ് ഫാരിസ്, മനു ആന്റോ, വാർഡ് മെമ്പർ KJ ചാക്കോ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരുമനൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ കാളമനക്കായലിലെ വേലിയേറ്റം മൂലം വീടുകളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഉപ്പുവെള്ളം കയറി പ്രദേശവാസികൾ പൊറുതിമുട്ടുന്നു. വേലിയേറ്റം തടയുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷിന് നിവേദനം നൽകി. പൊന്നാനിയിലെ കർമ്മ റോഡ് മാതൃകയിൽ ഒരു തീരദേശ റോഡ് നിർമ്മിക്കുകയാണെങ്കിൽ വേലിയേറ്റത്തെ പ്രതിരോധിക്കാനും ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാധിക്കുമെന്നും ടൂറിസം മേഖലയുടെ വികസനത്തിലൂടെ പഞ്ചായത്തിന്റെ നാനോന്മുഖമായ വളർച്ചയ്ക്കും ആക്കം കൂട്ടുമെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഇക്കാര്യങ്ങൾ മുൻനിർത്തിയാണ് ജനകീയ ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് PK ഫസലുദ്ദീൻ, ജനറൽ സെക്രട്ടറി PP അബൂബക്കർ, ട്രഷറർ PM യഹിയ, വൈസ് പ്രസിഡന്റ് മുഹമ്മദ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ AP ഷാജഹാൻ, ഫൈസൽ കുറുപ്പത്ത്, ഉസ്മാൻ, അഗസ്ത്യൻ, PK അബ്ദുൾ മജീദ് എന്നിവർ നിവേദനം സമർപ്പിച്ചത്. ജനകീയ ആക്ഷൻ കൗൺസിൽ എന്ന ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരദേശ റോഡുമായി ബന്ധപ്പെട്ട ഒരു നിവേദനമാണിത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ് തീരദേശ റോഡ് എന്നല്ല. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായതുകൊണ്ട് വേലിയേറ്റം മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ ഈ ഒരു നിവേദനം നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെച്ച് വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ നടപടികളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നതായിരിക്കും. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ പുതുക്കിപ്പണിത പാറന്നൂർ കുരുത്തിച്ചാൽ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ കോൺഗ്രസ് 3-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പ്രദേശവാസികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും ബസ്സിൽ കയറാനോ പ്രധാന റോഡിലേക്ക് വാഹനങ്ങൾ എടുക്കാനും പറ്റാത്ത അവസ്ഥയാണ്. പഞ്ചായത്തിൽ പരാതി കൊടുക്കുകയും സ്ഥലം MLAയുടെയും പഞ്ചായത്ത് അംഗത്തിന്റെയും ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും എടുക്കാത്തതിലും തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി CC ശ്രീകുമാർ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് PV റാഫി അധ്യക്ഷനായി. മുൻ വാർഡ് പ്രസിഡന്റ് AK ജെയിംസ്, ബൂത്ത് പ്രസിഡന്റ് OM ഷാജി, അമൽ കിഷോർ എന്നിവർ സംസാരിച്ചു. ശാസ്ത്രീയ വികസനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ കാലങ്ങളായി നിർമ്മാണം മന്ദഗതിയിൽ പോകുന്ന കുന്നംകുളം സംസ്ഥാന ഹൈവേ, ആ ഹൈവേ നിർമ്മാണം പരിപൂർണമായി അശാസ്ത്രീയമായ സംവിധാനമാണ് നടത്തിയിരിക്കുന്നത്. ആക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ നാട്ടുകാരെല്ലാവരും പൊതുജനവും ഭരിക്കുന്ന പാർട്ടിയുടെ സ്വന്തം പാർട്ടിക്കാർ പോലും പ്രതിഷേധത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ഈ പ്രധാന റോഡിൽ നിന്നും കടന്നു പോകുന്ന കൈവഴികളായ പാറന്നൂർ കുരുത്തിച്ചാൽ റോഡടക്കമുള്ള മുഴുവൻ റോഡിലേക്കുള്ള കൈവഴികൾ അത് ഏറ്റവും അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. സംസ്ഥാന ഹൈവേ പാത വളരെ ഉയരത്തിലും ഈ കൈവഴികളെല്ലാം വളരെ താഴെയാകുകയും ഈ തിരിവിൽ വെച്ച് വലിയ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാറന്നൂർ വാർഡ് കമ്മിറ്റി ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടന്നു വന്നത്. ഒരു സമരം നടത്തിയ ഒരു സർക്കാരിനെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ആരെയും കരിവാരി തേക്കുവാനല്ല. രാവിലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പണിയെടുക്കാൻ പോകുന്ന പാവപ്പെട്ടവൻ, ടൂ വീലറിൽ കടന്നു പോകുന്ന ആളുകൾ, 4-ചക്ര വാഹനത്തിൽ കടന്നു പോകുന്ന ആളുകൾ, കാൽനടക്കാർ, ഇവരെല്ലാം ഈ റോഡിന്റെ ജംഗ്ഷനിൽ വെച്ച് അപകടപ്പെടുന്നു, മരണത്തിന്റെ വക്കിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് ഈ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം നിലനിൽക്കുന്നു. ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെ 4-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ നടത്തിയ
ഗാനാലാപന മത്സര വിജയികളെ പ്രഖ്യാപിച്ചു. മലങ്കരയുടെ മഹിതാചാര്യന് ഗാനാഞ്ജലി എന്ന പേരിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ എറണാകുളം സ്വദേശി ജിനി കെ ജോർജ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. തിരുവല്ല സ്വദേശി ദിയ മേരി അലക്സ്, കുന്നംകുളം സ്വദേശി സിനി റെജി എന്നിവർ യഥാക്രമം 2, 3 സ്ഥാനങ്ങളും നേടി. 40-ൽ പരം പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിജയികൾക്ക് 10,001, 5,001, 3,001 രൂപയുടെ ക്യാഷ് പ്രൈസും ശില്പവും ആഗസ്റ്റ് 15 വെള്ളിയാഴ്ച കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന പിതൃസ്മൃതി സമ്മേളനത്തിൽ സമ്മാനിക്കും. മികച്ച നിലവാരം പുലർത്തിയ ഗാനങ്ങൾക്കുള്ള പ്രോത്സാഹന സമ്മാനവും വിതരണം ചെയ്യും. ഭരണഘടനാ അവകാശങ്ങളായ മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷ അവകാശങ്ങൾക്കും എതിരായി ഇന്ത്യയിൽ വളർന്നുവരുന്ന പ്രവണതകൾക്കെതിരെ മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച റാലി മറ്റം സെന്ററിലെ മാർത്തോമ സ്ക്വയറിലെത്തി സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സദസ്സ് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ചെറുതാണിക്കൽ, മാനേജിംഗ് ട്രസ്റ്റി ജോൺസൺ സി തോമസ്, പള്ളി സംരക്ഷണ സമിതി കൺവീനർ EF സണ്ണി എന്നിവർ സംസാരിച്ചു. മറ്റം കോൺവെന്റിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രീസ ജീസ് ഉൾപ്പെടെയുള്ള സന്യസ്തരും ഇടവകയിലെ കുടുംബ കൂട്ടായ്മ ഭക്തസംഘടനാ ഭാരവാഹികളും ഉൾപ്പെടെ നിരവധി വിശ്വാസികൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, CK ജോയ്, കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി പ്രസിഡന്റ് EJ ജോഫി, പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCF ഉപയോഗശൂന്യമായി കിടക്കുന്നു. പല സ്ഥലങ്ങളിലും പരിസരം കാടുപിടിച്ചാണ് കിടക്കുന്നത്. ഉപയോഗിക്കാത്തതുകൊണ്ട് പൂട്ടുകൾ പോലും തുരുമ്പെടുത്ത നിലയിലാണ്. വീടുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കൾ പ്രധാന ശേഖരണ സ്ഥലത്തേക്ക് മാറ്റും വരെ ചാക്കുകളിൽ നിറച്ച് മിനി MCFിലാണ് സൂക്ഷിക്കുക. മാസം തോറും ഇവ കടവല്ലൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനു സമീപത്തുള്ള തരംതിരിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകും. എന്നാൽ പല സ്ഥലങ്ങളിലും MCF ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ MCFിന്റെ ബോർഡ് പോലും കാണാത്ത വിധം കാടുപിടിച്ച് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. മർത്തംകോട് മേരിമാതാ പള്ളിയിലെ വിശുദ്ധന്റെ ഊട്ടുതിരുനാൾ സമാപിച്ചു. തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൻഡോസ് എലവത്തിങ്ങൽ സഹകാർമ്മികനായി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി തിരുനാൾ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ഡോക്ടർ ജോൺസൺ ആളൂർ, തോമസ് ചക്രമാക്കിൽ, ഊട്ട് കമ്മിറ്റി ഭാരവാഹികളായ രഞ്ജി മണ്ടുമ്പാൽ, ലോറൻസ് വടക്കൻ, ജോസ് മണ്ടുമ്പാൽ, ബൈജു തുടങ്ങിയവർ ഊട്ട് തിരുനാളിന് നേതൃത്വം നൽകി. പ്രസിദ്ധേന്തി വാഴ്ച, ദിവ്യകാരുണ്യ പ്രദക്ഷിണം, രോഗശാന്തി ശുശ്രൂഷ, സമൂഹ ഊട്ടുനേർച്ച എന്നിവയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മരത്തങ്കോട് മേരിമാതാ പള്ളിക്ക് വേണ്ടി പ്രശസ്ത ഗാനരചയിതാവ് ജോൺ കല്ലന്താനി രചിച്ച വിശുദ്ധന്റെ ജീവചരിത്രം ഉൾക്കൊള്ളുന്ന ആദ്യ യൂട്യൂബ് ഗാനം ഇതിനകം തന്നെ ശ്രദ്ധേയമാണ്. ശതോത്തര സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നവീകരിക്കുന്ന പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിന്റെ നിർമ്മാണ കമ്മിറ്റി ഓഫീസ് റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റിമാരായ വിൽസൺ നീലങ്കാവിൽ, പിയൂസ് പുലിക്കോട്ടിൽ, KJ വിൻസെന്റ്, നിർമ്മാണ കമ്മിറ്റി കൺവീനർ TJ ചെറിയാൻ, PRO റാഫി നീലങ്കാവിൽ, മറ്റു ഭാരവാഹികളായ ലെസ്ലി അറക്കൽ, AM വിൻസെന്റ്, AJ മാത്യൂസ്, VV സെബി, NJ ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം സൗത്ത് മേഖലാ സമ്മേളനം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ സജ്ജമാക്കിയ P ഭാഗ്യലക്ഷ്മി അമ്മ നഗറിൽ നടന്നു. സമ്മേളന നഗരിയിൽ പ്രത്യേകം സജ്ജമാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാരഞ്ജിത്ത്, ഷീജ ഭരതൻ, പുഷ്പ മുരളി എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു. പത്മ വേണുഗോപാൽ, സീത രവീന്ദ്രൻ, ആൻസി വില്യംസ്, പുഷ്പ ജോൺ, ഷീജ പ്രദീപ്, KB ഷിബു എന്നിവർ സംസാരിച്ചു. പ്രിയ സജീഷ് രക്തസാക്ഷി പ്രമേയവും, ഷീജ ഭരതൻ അനുശോചന പ്രമേയവും, പത്മ വേണുഗോപാൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനത്തിന് CPIM ലോക്കൽ സെക്രട്ടറി CK ലിജീഷ് സ്വാഗതവും EK മോഹനൻ നന്ദിയും പറഞ്ഞു. ഈ BJPയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ സ്ത്രീകൾക്ക്, ഇന്ത്യയിലെ സ്ത്രീകൾക്ക് യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ ഏജൻസികൾ പറയുന്ന കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ഒരു ദിവസം 86 സ്ത്രീകൾ റേപ്പിന് ഇരയാക്കപ്പെടുന്നു എന്ന് കണക്ക് നമ്മളോട് പറയുന്നു. മഹിളാ അസോസിയേഷൻ പറയുന്ന കണക്കല്ല. ഇന്ത്യയിലെ സർക്കാരിന്റെ കീഴിലുള്ള BJP സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസി എടുത്ത കണക്ക് പറയുകയാണ്, ഇന്ത്യ രാജ്യത്ത് ഇരയാക്കപ്പെടുന്നു.
പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടത്തി. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ചുറ്റമ്പല പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം നടത്തി. ഒരു ഭക്തനാണ് 25 ലക്ഷം രൂപയോളം ചെലവഴിച്ച് പ്രദക്ഷിണ വഴി ക്ഷേത്രത്തിന് വഴിപാടായി സമർപ്പിച്ചത്. ക്ഷേത്ര മേൽശാന്തി അനൂജ് തിവാരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഗജപൂജയ്ക്ക് ശേഷം കൊമ്പൻ ഹരിപ്പാട് അപ്പുവിന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കമിട്ടു. നിരവധി ഭക്തർ വഴിപാടായി ആനയൂട്ട് നടത്തി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഔഷധക്കഞ്ഞി വിതരണവും സമൂഹ രാമായണ പാരായണവും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വെള്ളറക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് NV ആന്റണി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഫി ചിറ്റ്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ദേവാലയ സെക്രട്ടറി PJ ബൈജു വിലയത്തിൽ, ട്രസ്റ്റിമാരായ PP ജോസ്, NJ ജെമി, NP സേവി, PB ലൈജോ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഫിഷ് മാർക്കറ്റ് സംയുക്ത യൂണിയൻ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി. ചൊവ്വന്നൂർ KR നാരായണൻ മെമ്മോറിയൽ ഹാളിൽ നടന്ന വാർഷിക യോഗത്തിന്റെയും കുടുംബസംഗമത്തിന്റെയും ഉദ്ഘാടനം യൂണിയൻ രക്ഷാധികാരി MN മുരളീധരൻ നിർവഹിച്ചു. ചടങ്ങിൽ യൂണിയൻ കൺവീനർ K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. BMS യൂണിയൻ പ്രസിഡന്റ് സതീശൻ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ MS ഷാനിഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ യൂണിയൻ സെക്രട്ടറിമാരായ സലിം, PK നൌഷാദ്, ശരത്ത്, KC ബാബു, ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുതിർന്ന യൂണിയൻ ഭാരവാഹികളെയും യൂണിയൻ അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. കലാപരിപാടികളും ഉണ്ടായിരുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ഇടവക പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ തോമസ് ഊക്കൻ, ട്രസ്റ്റിമാരായ സെബി താണിക്കൽ, KP പോളി, CK ഡേവിസ്, VK ബാബു, കുടുംബ കൂട്ടായ്മ കൺവീനർ ബിജു മുട്ടത്ത്, PRO ജോബ്സി ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. തമ്പുരാൻപടി സെന്ററിലേക്ക് നടന്ന റാലിയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 11.25 മണിക്കൂറിനകം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപ്പാഠമായി ഓതി കേൾപ്പിച്ച പന്നിത്തടം സ്വദേശിയും ഹാഫിൽ അഹമ്മദ് നസീം ബാഖവിയുടെ മകനുമായ ഹാഫിൽ മുഹമ്മദ് യാസിനെ എയ്യാൽ മഹല്ല് കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. ഉസ്താദ് ഇബ്രാഹിം ഫൈസി, ഉസ്താദ് ഷർഫുദ്ദീൻ ലത്തീഫി, മഹൽ പ്രസിഡന്റ് KA മുസ്തഫ, സെക്രട്ടറി OM കാസിം, ട്രഷറർ KM ഷാജി എന്നിവർ പങ്കെടുത്തു. വയലത്തൂർ താമരക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തി. ക്ഷേത്രം തന്ത്രി മഠത്തിൽ മുണ്ടയൂർ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 7 മുതൽ 11 വരെ ആചാര്യമോഹിനി, കണ്ണൻ ചിറ്റണ്ട എന്നിവരുടെ ഭക്തിപ്രഭാഷണം, ലഘുഭക്ഷണ വിതരണം എന്നിവയുമുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് ശിവപ്രസാദ് പൊന്നേത്ത്, സെക്രട്ടറി വാസു പരത്തി, ട്രഷറർ രമേശ് കാളിയത്ത്, ഭരണസമിതി, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ചും മിഷൻ പ്രദേശങ്ങളിൽ വർദ്ധിച്ചുവരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കുമെതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും തയ്യൂർ ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ഇടവക വികാരി ഫാദർ ഗ്രിജോ വിൻസെന്റ് മുരിങ്ങാത്തേരി നേതൃത്വം നൽകി. ഇടവകയിലെ മുതിർന്നവരും കുട്ടികളും പങ്കെടുത്തു. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ പരിശോധനാ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കുന്നു. ആഗസ്റ്റ് 10 ഞായറാഴ്ച രാവിലെ 10 മുതൽ ചൂണ്ടൽ ഗുരുവായൂർ റോഡിലെ ജില്ലാ എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഹാളിലാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 94 47 40 26 00, 95 62 76 94 52 എന്നീ നമ്പറുകളിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ചരമം CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചേരപ്പറമ്പിൽ കേശവൻ നിര്യാതനായി 95 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതയായ സരോജിനി ഭാര്യയും ബേബി, സമീർ, ബീന, വിൽസൺ, ഷീല, തമ്പി എന്നിവർ മക്കളുമാണ്. ചിറനെല്ലൂർ ചീരോത്ത് പരേതനായ സത്യൻ ഭാര്യ സൗദാമിനി നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബാബു, ജയപ്രകാശ്, ശൈലജ, സീന എന്നിവർ മക്കളാണ്. എരനെല്ലൂർ ചൊവ്വലൂർ വീട്ടിൽ ജോസഫ് നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം 5:30 എരനെല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ പള്ളി സെമിത്തേരിയിൽ. ജോയ്സി ഭാര്യയും റിയ, മരിയറ്റ്, റിങ്കിൾ, ജോസഫ്, റിനോൾ, ആൻസ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാന തലത്തിൽ മാതൃകയായ കുറുക്കൻപാറ ഗ്രീൻ പാർക്ക് എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ്. നഗരസഭയുടെ കുറുക്കൻപാറ ഗ്രീൻ പാർക്കും ഗ്രീൻ ടെക്നോളജി സെന്ററും മന്ത്രി സന്ദർശിച്ചു. ഓണം പ്രമാണിച്ച് വിൽപ്പന നടത്തുന്നതിനായി മാഹിയിൽ നിന്നുമെത്തിച്ച വൻ വിദേശ മദ്യശേഖരം പിടികൂടി. തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ. കുര്യച്ചിറ സ്വദേശി പിന്റോയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് 100ഓളം കുപ്പി വിദേശ മദ്യം. ഗതാഗത കുരുക്കൊഴിയാതെ ചാവക്കാട് നഗരം പരിഹാരം കാണണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം. ഓവുങ്ങൽ മുതൽ ആശുപത്രിപ്പടി വരെ അനധികൃത പാർക്കിംഗ് ഉള്ളതിനാൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്നുവെന്ന സ്ഥിതിക്ക് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.